നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാക് അധിനിവേശ കാശ്മീർ ഒഴിയണം. ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. സംഭവം ഐക്യരാഷ്ട്രസഭയിൽ. ഡൽഹിയിൽ രാമരാജ്യം വരുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത. BJP സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ഡൽഹിയിലെ ആദ്യ ബഡ്ജറ്റ് ഇന്ന്. നാഗ്പൂരിൽ UP മോഡൽ ബുൾഡോസർ നടപടിയെടുത്ത് നഗരസഭ. നാഗ്പൂർ കലാപക്കേസിലെ മുഖ്യപ്രതി ഫഹീം ഖാന്റെ വീടിന്റെ ഒരു ഭാഗം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ഛത്രപതി ശിവാജി മഹാരാജാവിനെയും ഛത്രപതി സംഭാജി മഹാരാജാവിനെയും അധിക്ഷേപിച്ച കേസിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിൽ. മാരകായുധം ഉപയോഗിച്ച് ഫോട്ടോഷൂട്ട് നടത്തുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കന്നഡ നടന്മാരും ബിഗ് ബോസ് താരങ്ങളുമായ രജത് കിഷനും വിനയം ഗൌഡയും അറസ്റ്റിൽ. യമനിലെ ഹൂത്തി സായുധ സംഘത്തിനെതിരെ അടുത്തിടെ US തയ്യാറാക്കിയ ആക്രമണങ്ങൾക്കുള്ള രഹസ്യ സൈനിക പദ്ധതി ചോർന്നതോടെ ഡൊണാൾഡ് ട്രംപിന്റെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ ഗുരുതരമായ സുരക്ഷാ ലംഘനത്തിൽ. US എമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കിയതോടെ ഇന്ത്യൻ ഗ്രീൻ കാർഡ് H1B ഉടമകൾക്ക് യാത്രാ അപകട സാധ്യത ഉപദേശങ്ങൾ നൽകി എമിഗ്രേഷൻ അധികൃതർ. പൊതുജനാരോഗ്യത്തിന് ഭാവിയിൽ ഏറ്റവും വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള 24 പകർച്ചവ്യാധികളുടെ പുതിയ നിരീക്ഷണ പട്ടിക പുറത്തിറക്കി UK. ഉമാ തോമസ് MLAയുടെ അപകടം അമേരിക്കയിലുള്ള നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താൻ പോലീസ്. മൃദംഗ വിഷനെതിരെ കുറ്റപത്രം ഉടൻ. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനുള്ള നോർക്ക 111 കേരള പദ്ധതിയുടെ 7ാം ഘട്ടത്തിലെ 250 ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. വാർത്തകൾ വിശദമായി. അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പാക് അധിനിവേശ കാശ്മീരിന്റെ ചില ഭാഗങ്ങൾ ഒഴിയാൻ പാകിസ്ഥാനോട് ഇന്ത്യ ശക്തമായി ആവശ്യപ്പെട്ടു. സമാധാന പരിപാലന പരിഷ്കരണത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചയ്ക്കിടെ ജമ്മു കാശ്മീർ വിഷയം വീണ്ടും ഉന്നയിച്ചതിന് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു. UN സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ പർവതേനേനി ഹരീഷ് ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള പരാമർശം അനാവശ്യമാണ് എന്ന് തള്ളിക്കളഞ്ഞു. കൂടാതെ പാക് അധിനിവേശ കാശ്മീർ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു, ഇപ്പോഴും എപ്പോഴും തുടരും എന്നും ഉറപ്പു പറഞ്ഞു. ഡൽഹി സംസ്ഥാനത്ത് രാമരാജ്യം സ്ഥാപിക്കപ്പെടുമെന്ന് തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിനു മുമ്പ് പ്രഖ്യാപിച്ചു ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയ രേഖ ഗുപ്ത ബജ്രംഗ് ബാലി ഡൽഹിക്ക് വേണ്ടി പരമാവധി ചെയ്യും, ഡൽഹി പുരോഗമിക്കുമെന്നും പറഞ്ഞു. ഡൽഹിയുടെ ഭാവിയെക്കുറിച്ചുള്ള തന്റെ ശുഭാപ്തി വിശ്വാസം മുഖ്യമന്ത്രി ഗുപ്ത പ്രകടിപ്പിച്ചു. ഡൽഹി മന്ത്രി പർവേഷ് വർമ്മ ആദ്യ ബഡ്ജറ്റിനെ ചരിത്രപരമായ ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിച്ചു. BJP സർക്കാർ അധികാരമേറ്റതിന് ശേഷമുള്ള ഡൽഹിയിലെ ആദ്യ ബഡ്ജറ്റ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ രേഖ ഗുപ്ത നിയമസഭയിൽ അവതരിപ്പിക്കും. യമുന നദി ശുചീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, ശക്തിപ്പെടുത്തൽ തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മലിനീകരണം, നഗരത്തിലെ വെള്ളക്കെട്ട് തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നാഗ്പൂരിൽ UP മോഡൽ ബുൾഡോസർ നടപടിയെടുത്ത് നഗരസഭ. നാഗ്പൂർ കലാപക്കേസിലെ മുഖ്യപ്രതി ഫഹീം ഖാന്റെ വീടിന്റെ ഒരു ഭാഗം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. വീടിന്റെ നിർമ്മാണം അനധികൃതമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. നാഗ്പൂർ കലാപത്തിൽ അറസ്റ്റിലായ ഫഹീം ഖാൻ ഇപ്പോഴും ജയിലിലാണ്. മാർച്ച് 20-ന് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വീട് പരിശോധിച്ചപ്പോൾ ടൗൺ പ്ലാനിംഗ് ആക്ടിന്റെ ലംഘനമാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് മാർച്ച് 21-ന് മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. അനധികൃത നിർമ്മാണമാണെന്ന് ഉറപ്പായാൽ ബുൾഡോസർ ഉപയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് 10 മണിയോടെ ഇടിച്ചു നിരത്തൽ തുടങ്ങിയത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെയുള്ള പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്ന് പ്രതികരിച്ച ഹിന്ദി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുണാൽ കംബ്രെ. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് വിനിയോഗിച്ചത്, അതിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിനോടും കോടതിയോടും സഹകരിക്കും. തനിക്കെതിരെ കേസെടുത്ത പോലീസ് പരിപാടി അവതരിപ്പിച്ച കെട്ടിടം അടിച്ച് തകർത്തവർക്കെതിരെ കേസെടുക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന കാര്യം സർക്കാരും പോലീസും മറന്നു പോകരുതെന്നും താരം ഓർമ്മിപ്പിച്ചു. പൗരസ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ 159-ാം സ്ഥാനത്താണെന്ന് ഓർമ്മിപ്പിച്ച് താരം. ഛത്രപതി ശിവാജി മഹാരാജാവിനെയും ഛത്രപതി സംഭാജി മഹാരാജാവിനെയും അധിക്ഷേപിച്ച കേസിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിൽ.
നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനത്തിലെ പത്രപ്രവർത്തകനായ പ്രശാന്ത് കൊരക്തറയാണ് അറസ്റ്റ് ചെയ്തത്. മാധ്യമപ്രവർത്തകനെതിരെ കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ചരിത്രകാരൻ ഇന്ദ്രജിത് സാവന്തിനെ ഭീഷണിപ്പെടുത്തുകയും മറാത്ത രാജവംശത്തിലെ യോദ്ധാക്കളായ ഛത്രപതി ശിവാജി മഹാരാജാവിനെയും സംഭാജി മഹാരാജാവിനെയും അധിക്ഷേപിക്കുകയും ചെയ്തതെന്നാണ് കേസ്. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണത്തിൽ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ വീഴ്ചയെ കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ മൊഴിയെടുക്കുന്നത്. ഇതിനായി ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ സമയം തേടിയിട്ടുണ്ട്. മൊഴി നൽകാൻ പ്രയാസമില്ലെന്ന് മന്ത്രി മാധ്യമങ്ങളോടും പറഞ്ഞു. യമനിലെ ഹൂത്തി സായുധ സംഘത്തിനെതിരെ അടുത്തിടെ US തയ്യാറാക്കിയ ആക്രമണങ്ങൾക്കുള്ള രഹസ്യ സൈനിക പദ്ധതി ചോർന്നതോടെ ഡൊണാൾഡ് ട്രംപിന്റെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ ഗുരുതരമായ സുരക്ഷാ ലംഘനത്തിൽ. സിഗ്നൽ എന്ന വാണിജ്യ ചാറ്റ് ആപ്പിലൂടെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ സുപ്രധാന വിവരങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകന് ലഭിക്കുകയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അടക്കം മന്ത്രിമാർ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് എന്നിവരുൾപ്പെടെ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന വ്യക്തികൾ വാണിജ്യ ചാറ്റ് ആപ്പ് സിഗ്നൽ ഉപയോഗിച്ച് പദ്ധതികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതേസമയം ഒരു പ്രമുഖ പത്രപ്രവർത്തകനും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഹൂത്തി PC സ്മോൾ ഗ്രൂപ്പ് എന്ന സിഗ്നൽ ചാറ്റിൽ അംഗമായ അറ്റ്ലാന്റിക് മാസികയുടെ എഡിറ്റർ ജെഫ്രി ഗോൾഡ്സ്ബർഗ് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ഈ ലംഘനം വെളിപ്പെടുത്തിയത്. സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. US ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കിയതോടെ ആഴ്ചകളായി ആശങ്കകളും തുടരുകയാണ്. ഇതോടെ ഇന്ത്യൻ ഗ്രീൻ കാർഡ് H1B ഉടമകൾക്ക് യാത്രാ അപകട സാധ്യത ഉപദേശങ്ങൾ നൽകുകയാണ് ഇമിഗ്രേഷൻ അധികൃതർ എന്ന് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഗ്രീൻ കാർഡ് ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ തുടരാനുള്ള അനിശ്ചിതകാല അവകാശം നൽകുന്നില്ല. US ഗ്രീൻ കാർഡ് H1B, H1 വിസ ഉടമകൾക്ക് US മടങ്ങുമ്പോൾ കൂടുതൽ പരിശോധന നേരിടേണ്ടി വന്നേക്കാമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അടുത്തിടെ പറഞ്ഞിരുന്നു. ഇന്ത്യൻ വംശജരായ ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്ക് വളരെയധികം ഉത്കണ്ഠയ്ക്കും സമ്മർദ്ദത്തിനും ഈ പ്രസ്താവന കാരണമായി. ട്രംപ് ഭരണകൂടം നിയമവിരുദ്ധവും നിയമപരവുമായ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വൻതോതിലുള്ള നടപടികൾ കാരണം US പ്രധാന ഇമിഗ്രേഷൻ ഏജൻസികൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ രാജ്യത്തേക്ക് മടങ്ങുന്നവർക്കുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് ആരാണ് പോകുന്നത് എന്ന് പരിശോധിക്കുന്ന ഏജൻസികൾ US പൗരത്വ കുടിയേറ്റ സേവനങ്ങൾ, USCIS, ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ICE, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, DHS, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്നിവയാണ് US താമസിക്കുന്ന, ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ H1B അല്ലെങ്കിൽ F1 വിസകൾ ഉണ്ട്. US മടങ്ങുമ്പോൾ പ്രവേശന കവാടത്തിൽ ഇവ ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അമേരിക്കയിലെ ഭീകര ആക്രമണത്തിന് ശേഷം കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് അമേരിക്കൻ വിമാന യാത്രക്കാർക്ക് അഭയം നൽകിയിരുന്ന ന്യൂഫൗണ്ട്ലാൻഡിന്റെ ഗാർഡൻ പട്ടണം സന്ദർശിച്ചപ്പോൾ കാനഡയ്ക്ക് അമേരിക്കയുമായുള്ള സൗഹൃദം നഷ്ടപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി മാർക്ക് കാർണി. ദേശീയ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 2ാം ദിവസം ന്യൂഫൗണ്ട്ലാൻഡ്സിലെ ഗാർഡനിലേക്കുള്ള കനേഡിയൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന്റെയും പരമാധികാര ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമായി. ഗ്യാൻഡറിൽ കാനഡക്കാർ അമേരിക്കക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നും കാർണി പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും 2 പത്രപ്രവർത്തകരും ഉൾപ്പെടെ 65 പേർ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ ആരോഗ്യ അതോറിറ്റി തിങ്കളാഴ്ച അറിയിച്ചു. ഇസ്രായേൽ ഹമാസുമായുള്ള വെടിനിർത്തൽ ലംഘിച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ആക്രമണം. കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ആരംഭിച്ച വ്യോമാക്രമണങ്ങളിൽ 700ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. അൽ ജസീറ മുബാഷർ ചാനലിന്റെ പത്രപ്രവർത്തകനായ ഹൊസാം ഷബാത്ത് തിങ്കളാഴ്ച വടക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ടു. പൊതുജനാരോഗ്യത്തിന്റെ ഭാവിയിൽ ഏറ്റവും വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള 24 പകർച്ചവ്യാധികളുടെ പുതിയ നിരീക്ഷണ പട്ടിക UK പുറത്തിറക്കി. ചിലത് കോവിഡ് പോലെ ആഗോള പാൻഡമിക് സാധ്യതയുള്ള വൈറസുകളാണ്. മറ്റുള്ളവ നിലവിലുള്ള ചികിത്സയില്ലാത്തതോ കാര്യമായ ദോഷം വരുത്താത്തതോ ആയ രോഗങ്ങളാണ്. പക്ഷിപ്പനി, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന താപനില ഉയരുമ്പോൾ സാധാരണമായി തീർന്നേക്കാവുന്ന കൊതുക് പരത്തുന്ന രോഗങ്ങൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പറയുന്നു. ശാസ്ത്രജ്ഞരെയും നിക്ഷേപകരെയും പുതിയ പരിശോധനകൾ നടത്തുന്നതിനും വാക്സിനുകൾ അല്ലെങ്കിൽ മരുന്നുകൾ തയ്യാറാക്കുന്നതിനും പ്രേരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. തീപിടുത്തത്തെ തുടർന്ന് ഹീത്രോ വിമാനത്താവളം അടച്ചുപൂട്ടിയതുമൂലമുണ്ടായ അധിക ചെലവുകൾ സംബന്ധിച്ച് ഒത്തുതീർപ്പില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി വിമാന കമ്പനികൾ.
ഒരു പ്രധാന വൈദ്യുതി സബ്സ്റ്റേഷനിലെ തീപിടുത്തം വൈദ്യുതി വിതരണത്തെ ബാധിച്ചതിനെ തുടർന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ വിമാനത്താവളം വെള്ളിയാഴ്ച പുലർച്ചെ അടച്ചതോടെ ആഗോള വിമാന ഗതാഗതം താറുമാറായിരുന്നു. വിമാനങ്ങൾക്ക് പറന്നുയരാനോ ഇറങ്ങാനോ അനുവാദമില്ലായിരുന്നു. ഇത് ഏകദേശം 1300 വിമാനങ്ങളെയും ഏകദേശം 2,50,000 യാത്രക്കാരെയും ബാധിച്ചു. ഞങ്ങൾക്കുണ്ടായ അധിക ബാധ്യത വിമാനത്താവള അധികൃതർ പരിഹരിക്കണമെന്ന് ഹീത്രോ വിമാനത്താവളം ഉപയോഗിക്കുന്ന 90-ലധികം എയർലൈൻസുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരം ചില വിമാനങ്ങൾ പുനരാരംഭിച്ചെങ്കിലും വിമാന കമ്പനികൾ ബുദ്ധിമുട്ടുകൾ നേരിടുകയും വിമാന ജീവനക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായതിനാൽ യാത്രക്കാർക്ക് തടസ്സപ്പെടുകയും ചെയ്തു. കുവൈറ്റിലേക്ക് സമുദ്രമാർഗം വൻതോതിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തീരദേശ പോലീസ് സേനയാണ് ലഹരിമരുന്ന് കടത്ത് തടഞ്ഞത്. ഓപ്പറേഷനിൽ 3 ഇറാനിയൻ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 125 കിലോഗ്രാം ഹാഷിഷ്, 50 ഹാഷിഷ് സ്ട്രിപ്പുകൾ, 8 ലിറിക്ക സ്ട്രിപ്പുകൾ, 5 ബാഗ് ഗുളികകൾ എന്നിവ പോലീസ് പിടികൂടി. ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന സൗദിയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മെനിഞ്ചൈറ്റിസ് വാക്സിനേഷൻ നിർബന്ധമാണെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഈ വാക്സിനേഷൻ നടത്താതെ ഹജ്ജ് ചെയ്യുന്നതിനുള്ള പാക്കേജുകൾ ബുക്ക് ചെയ്യാനോ കർമ്മങ്ങൾ നിർവഹിക്കാനോ അനുമതി ലഭിക്കില്ല. വിശ്വാസികൾക്ക് സഹായമായി മെക്ക പള്ളിയിൽ 5 ഭാഷകളിൽ പ്രാർത്ഥനാ ഗൈഡ് പുറത്തിറക്കി. ഹറമിലെ നമസ്കാര ഹാളിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള QR കോഡുകൾ വഴി ഇരുഹറാം പരിപാലന അതോറിറ്റിയാണ് ഗൈഡ് പുറത്തിറക്കിയത്. വൈവിധ്യമാർന്ന ഉള്ളടക്കം കൊണ്ട് വേറിട്ടതാണ് ഗൈഡ്. ഖുറാൻ ഉൾപ്പെടെയുള്ള നിരവധി ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് അതോറിറ്റി വിശദീകരിച്ചു. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. മാരകായുധം ഉപയോഗിച്ച് ഫോട്ടോഷൂട്ട് നടത്തുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കന്നഡ നടന്മാരും ബിഗ് ബോസ് താരങ്ങളുമായ രജത് കിഷനും വിനയം ഗൌഡയും അറസ്റ്റിൽ. ആയുധ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് നടന്മാർക്കെതിരെ കേസെടുത്തത്. പൊതുജന സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഇനി കേരള ഹൈലൈറ്റ്സ്. കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമ്മ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ വേദി ഒരുക്കിയ മൃദംഗവശന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പോലീസ്. GCDAയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പോലീസ് നിഗമനത്തിലെത്തി. ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം പൂർത്തിയായി. പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ അമേരിക്കയിലുള്ള നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. നൃത്ത പരിപാടി സംഘടിപ്പിച്ച മൃദംഗവിഷൻ അധികൃതരാണ് കേസിലെ പ്രതികൾ. മതിയായ സുരക്ഷ ഒരുക്കാതെ സ്റ്റേജ് നിർമ്മിച്ചതിനാണ് കേസെടുത്തത്. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനായുള്ള നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ 7ാം ഘട്ടത്തിലെ 250 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജർമ്മനിയിലെ ആശുപത്രിയിലേക്കാണ് നിയമനം. ഉദ്യോഗാർത്ഥികൾക്ക് www.norcaroots.org, www.nifl.norcaroots.org എന്നീ വെബ്സൈറ്റുകൾ മുഖേന 2025 ഏപ്രിൽ 6-നകം അപേക്ഷ നൽകേണ്ടതാണ്. BSc ജനറൽ നഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത. BSc പോസ്റ്റ് ബേസിക് BSc യോഗ്യതയുള്ളവർക്ക് തൊഴിൽ പരിചയം ആവശ്യമില്ല. എന്നാൽ ജനറൽ നഴ്സിംഗ് പാസ്സായവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. ഉയർന്ന പ്രായപരിധി 2025 മെയ് 31-ന് 38 വയസ്സ് അധികരിക്കരുത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായുള്ള അഭിമുഖം 2025 മെയ് 20 മുതൽ 27 വരെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടക്കും. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം. ഒരു പൗണ്ട് 110.75 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.80 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 92.66 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. IPL-ൽ വിജയത്തുടക്കവുമായി ഡൽഹി ക്യാപിറ്റൽസ്. ലക്നൗ സൂപ്പർ ജയൻസിന് 1 വിക്കറ്റ് തകർത്താണ് ഡൽഹി തകർപ്പൻ വിജയം സ്വന്തമാക്കിയത്. 31 പന്തിൽ 66 റൺസ് നേടിയ അശുതോഷ് ശർമ്മയാണ് ഡൽഹിയുടെ വിജയശില്പി. 210 എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകളാണ് ഡൽഹിക്ക് നഷ്ടമായത്. മികച്ച തുടക്കം മുതലെടുത്ത ലക്നൗ ഡൽഹിയെ വരിഞ്ഞുമുറുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാക് അധിനിവേശ കാശ്മീർ ഒഴിയണം. ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. സംഭവം ഐക്യരാഷ്ട്രസഭയിൽ. ഡൽഹിയിൽ രാമരാജ്യം വരുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത. BJP സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ഡൽഹിയിലെ ആദ്യ ബഡ്ജറ്റ് ഇന്ന്. നാഗ്പൂരിൽ UP മോഡൽ ബുൾഡോസർ നടപടിയെടുത്തു നഗരസഭ. നാഗ്പൂർ കലാപക്കേസിലെ മുഖ്യപ്രതി ഫഹീം ഖാന്റെ വീടിന്റെ ഒരു ഭാഗം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി.
ഛത്രപതി ശിവാജി മഹാരാജാവിനെയും ഛത്രപതി സംഭാജി മഹാരാജാവിനെയും അധിക്ഷേപിച്ച കേസിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിൽ. മാരകായുധം ഉപയോഗിച്ച് ഫോട്ടോഷൂട്ട് നടത്തുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കന്നഡ നടന്മാരും ബിഗ് ബോസ് താരങ്ങളുമായ രജത് കിഷനും വിനയം ഗൌഡയും അറസ്റ്റിൽ. യമനിലെ ഹൂത്തി സായുധ സംഘത്തിനെതിരെ അടുത്തിടെ US തയ്യാറാക്കിയ ആക്രമണങ്ങൾക്കുള്ള രഹസ്യ സൈനിക പദ്ധതി ചോർന്നതോടെ ഡൊണാൾഡ് ട്രംപിന്റെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളെ ഗുരുതരമായ സുരക്ഷാ ലംഘനത്തിൽ. US എമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കിയതോടെ ഇന്ത്യൻ ഗ്രീൻ കാർഡ് H-1B ഉടമകൾക്ക് യാത്രാ അപകട സാധ്യത ഉപദേശങ്ങൾ നൽകി എമിഗ്രേഷൻ അധികൃതർ. പൊതുജനാരോഗ്യത്തിന് ഭാവിയിൽ ഏറ്റവും വലിയ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള 24 പകർച്ചവ്യാധികളുടെ പുതിയ നിരീക്ഷണ പട്ടിക പുറത്തിറക്കി UK. ഉമാ തോമസ് MLAയുടെ അപകടം അമേരിക്കയിലുള്ള നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താൻ പോലീസ്. മൃദംഗ വിഷനെതിരെ കുറ്റപത്രം ഉടൻ. കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റിനുള്ള നോർക്ക 111 കേരള പദ്ധതിയുടെ 7ാം ഘട്ടത്തിലെ 250 ഒഴിവുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.